भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
അലിയാ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം. ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം. യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രീഗുരുവായൂരപ്പാ ശരണം. ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 848 ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ഭാഗവതം ഏകാദശ സ്കന്ധം 22 അധ്യായത്തിലെ 20 ശ്ലോകം മുതൽ നമ്മൾ ആരംഭിക്കുകയാണ്. ഇവിടെ തത്വങ്ങളുടെ എണ്ണത്തെക്കുറിച്ച് പലരും പല രീതിയാണല്ലോ പറയണത്. അതിൽ ഏതാണ് ശരി എന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ അത് യുക്തി അനുസരിച്ച് പറയുമ്പോൾ എല്ലാം ശരി തന്നെയാണെന്നും അത് ഓരോന്നും പ്രത്യേകം പ്രത്യേകം ഉദ്ധവന് ഉദാഹരിച്ച് കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ. ഇവിടെ പറഞ്ഞു തത്വസംഖ്യ ഭഗവാന്റെ അഭിപ്രായം അനുസരിച്ച് പറഞ്ഞു. പിന്നെ ആകാശാദിഭൂതങ്ങൾ 5, ജ്ഞാനസ്വരൂപനായ ജീവൻ 1, അതിനാധാരമായിരിക്കുന്ന ആത്മാവ് 1, അങ്ങനെ 7 എന്ന് പറഞ്ഞു. ഇനി 6 എന്ന് കണക്കാക്കുന്ന ആളുകളുടെ രീതിയെ ഭഗവാൻ വിശദീകരിക്കുകയാണ്. ഷഡിത്യത്രാഭിഭൂതാനി പഞ്ചഷഷ്ഠ പരപ്പുമാൻ തൈർയുക്ത ആത്മസംഭൂതൈ സൃഷ്ട്വേദം സമുപാവിശൽ. ഭൂതാനി 5, ഭൂതങ്ങൾ 5, പരപ്പുമാൻ പരനായ പുരുഷൻ ഷഷ്ഠ 6, ആത്മസംഭൂതൈ ആത്മാവിൽ നിന്നുണ്ടായ തൈ അവയോട് ചേർന്നിട്ട് യുക്ത ഇതം സൃഷ്ടുവാം ഇതിനെ സൃഷ്ടിച്ചിട്ട് സമുപാവിശൽ അതിലേക്ക് പ്രവേശിച്ചു. അത്രാപി ഇതിലും ഷട്ട് 6 തന്നെ എന്നാണ്. അപ്പൊ ധാതുക്കൾ 6 എന്ന പക്ഷക്കാരുടെ യുക്തി. പഞ്ചഭൂതങ്ങളും പരമപുരുഷനും 6 തത്വങ്ങളായി. അതിൽ നിന്നുണ്ടായ ഭൂതങ്ങളോട് ചേർന്ന് ഈ പരമപുരുഷൻ അതിലേക്ക് ചേർന്ന് ഈ ലോകത്തെ സൃഷ്ടിച്ചു എന്നാണ്. അതിലേക്ക് താനും പ്രവേശിച്ചു. ചത്വാര്യേവേതി തത്രാപി തേജ ആപോന്നമാത്മന ജാതാനി തൈരിതം ജാതം ജന്മാവയവിന ഖലു.
ഇനി 4 എന്ന് പറയുന്ന ആളുകളുടെ തേജ അഗ്നി, ആപ ജലം, അന്നം പൃഥിവി, ആത്മനഹ ഇത് ആത്മാവിൽ നിന്ന് ഉണ്ടായി. തൈ അവ കൊണ്ട് അവയവിനഹ കാര്യത്തിൻ്റെ ജനനം ജാതം ഉണ്ടായി. ഖലു നിശ്ചയം. തത്രാപി അതിലും ചത്വാരി ഏവ 4 തന്നെ. ഇപ്പൊ തത്വങ്ങൾ 7 എന്ന് പറയുന്നത്, 6 എന്ന് പറയുന്നത്, ഇപ്പൊ ഇത് 4 എന്ന് പറയുന്നു. അഗ്നി ജലം ഭൂമി ആത്മാവ്, ഇങ്ങനെ 4 തത്വങ്ങൾ. അതുകൊണ്ടാണ് ലോകം സൃഷ്ടിക്കപ്പെട്ടത്. അഗ്നിയാദി തത്വങ്ങൾ അവയവങ്ങൾ, ലോകം അവയവി. അവയവ സംബന്ധം കൊണ്ട് അവയവി ഉണ്ടായി വരുന്നത് നമുക്കറിയാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആത്മാവിനോടുകൂടി 4 തത്വങ്ങളുണ്ട് എന്ന് ഒരു പക്ഷം. പിന്നെ ഇനി 17 തത്വങ്ങൾ. സംഖ്യാനേ സപ്തദശകേ ഭൂതമാത്രേന്ദ്രിയാണിച്ച പഞ്ചൈക മനസ ആത്മാ സപ്തദശ സ്മൃതം. സപ്തദശകേ സംഖ്യാനേ. ഭഗവാൻ പറയാണ് 17 എന്ന കണക്കിൽ ഭൂതമാത്രേന്ദ്രിയാണിച്ച, ഭൂതങ്ങളും തന്മാത്രകളും ഇന്ദ്രിയങ്ങളും, പഞ്ച 5 ഏക മനസ്സ ഒരു മനസ്സോടുകൂടി, ആത്മാവ്. അപ്പോൾ 17ാമത്തത് ആത്മാവ് എന്ന് സ്മൃത നിശ്ചയപ്പെട്ടിരിക്കുന്നു. 17 തത്വങ്ങൾ, 5 തന്മാത്രകൾ, 5 അതേപോലെ തന്നെ ഇന്ദ്രിയങ്ങൾ 5, മനസ്സ് 1, ആത്മാവ് 1, അങ്ങനെ 17. പിന്നെ തദ്വത് ഷോഡശ സംഖ്യാനേ ആത്മൈവ മന ഉച്യത്തെ ഭൂതേന്ദ്രിയാണി 5 മന ആത്മാ 13. തദ്വത് അതുപോലെ ഷോഡശ സംഖ്യാനേ 16 എന്നുള്ള കണക്കിൽ ആത്മാ ഏവ ആത്മാവ് തന്നെ മനസ്സ് എന്ന് പറയപ്പെടുന്നു. ഇപ്പോൾ ഭൂതങ്ങൾ, ഇന്ദ്രിയങ്ങൾ 5 തന്നെ, മനസ്സ്, ആത്മാവ് 13. ആത്മാ ജീവൻ, പരൻ എന്ന രണ്ടിനും പറ്റുന്ന വാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 16 എന്നുള്ള പക്ഷത്തിൽ മനസ്സ് എന്ന തത്വത്തെ ആത്മാവിൽ ഉൾപ്പെടുത്തി. അതേപോലെ തന്നെ 13 എന്നുള്ള പക്ഷത്തിലോ ഭൂതങ്ങൾ 5, ഇന്ദ്രിയങ്ങൾ 5, മനസ്സ്, ജീവാത്മാവ്, പരമാത്മാവ്. അപ്പൊ എത്രയായി? 13. ഏകാദശത്വ ആത്മാസൗ. ഇനി 11 ആണെങ്കിലോ മഹാഭൂതേന്ദ്രിയാണിച്ച 8 പ്രകൃതയശ്ചൈവ പുരുഷശ്ച നവേത്യഥ. 11 ആണെങ്കിൽ അസൗ ആത്മാ, ഈ ആത്മാവും, മഹാഭൂതേന്ദ്രിയാണി മഹാഭൂതങ്ങളും ഇന്ദ്രിയങ്ങളും, അങ്ങനെ 8 പ്രകൃതയഃ ച പ്രകൃതികളും, പുരുഷഃ ച പുരുഷനും, അധ പിന്നെ 9. ഇപ്പൊ തത്വങ്ങൾ 11 എന്ന് പറയുമ്പോൾ 5 മഹാഭൂതങ്ങൾ, 5 ഇന്ദ്രിയങ്ങൾ, ആത്മാവ്. അപ്പൊ 11. ഇവിടെ ജീവമനസ്സുകളെ ആത്മാവിൽ ഉൾപ്പെടുത്തി. പ്രകൃതികൾ 8, പുരുഷൻ 9, അങ്ങനെ മറ്റൊരു പക്ഷം. അതാവുമ്പോൾ നവ എന്നുള്ള ആ സംഖ്യയിലേക്ക് വരും. പ്രകൃതി, മഹത്തത്വം, അഹങ്കാരം, പഞ്ചതന്മാത്രകൾ, ഇതാണ് 8. പ്രകൃതികൾ 8 എന്ന് പറഞ്ഞത്. ഇങ്ങനെ ഭഗവാൻ പറയുന്നു, ഇതി നാനാപ്രസംഖ്യാനാം തത്വാനാം ഋഷിഭികൃതം സർവം ന്യായം യുക്തിമത്വാൽ വിദുഷാം കിമശോഭനം. അറിവുള്ള ആളുകൾക്ക്, വിദ്വാൻമാർക്ക് ശോഭനമല്ലാത്തത് എന്താണുള്ളത്? ഇതി തത്വാനാം നാനാപ്രസംഖ്യാനം. ഇങ്ങനെ തത്വങ്ങളുടെ പലതരത്തിലുള്ള എണ്ണം ഋഷിഭി കൃതം, ഋഷികളാൽ ചെയ്യപ്പെട്ടു. യുക്തിമത്വാൽ യുക്തിയുള്ളത് കൊണ്ട്, സർവം ന്യായം എല്ലാം ന്യായം തന്നെ. വിദ്വാൻമാർക്ക് അശോഭനം കിം, എന്താണ് ശോഭനമല്ലാത്തത്? ഇപ്പോൾ ഇവിടെ പറയുകയാണ് എല്ലാത്തിലും യുക്തിയുണ്ട്. അതുകൊണ്ട് ഉദ്ധവ ഇതൊക്കെ ശരി തന്നെയാണ്. വിദ്വാൻമാർക്ക് ശോഭനമല്ലാത്തതൊന്നുമില്ല. നമ്മൾ പറയാറില്ലേ, തലമുടി ഉണ്ടെങ്കിൽ ചാച്ചും ചെരിച്ചും കെട്ടാമെന്ന് പറയുന്നത് പോലെ വിദ്വാൻമാർക്ക് ഏതു തരത്തിലും യുക്തിയുക്തമായിട്ടവർ പറയും. അവരുടെ ആലോചനാശക്തിയെ തോൽപ്പിക്കുന്നതാണ് ഇതൊക്കെ. അതൊക്കെ അവർക്ക് ശോഭനമാണ് എന്ന് പറയുന്നു. ഉദ്ധവൻ ഭഗവാനോട് ചോദിക്കുന്നു, പ്രകൃതി പുരുഷശ്ചോഭവും യദ്യപ്യാത്മവിലക്ഷണവും അന്യോന്യാപാശ്രയാൽ കൃഷ്ണ
ദൃശ്യത്തെ ന ഭിദാതയോ പ്രകൃതൗ ലക്ഷ്യത്തെ ഹ്യാത്മാ പ്രകൃതിശ്ച തഥാത്മനി. പ്രകൃതിയും പുരുഷനും ഉഭൗ രണ്ടുപേരും ആത്മവിലക്ഷണൗ യദ്യപി ഭിന്നലക്ഷണങ്ങളുള്ളവരാണെങ്കിലും അന്യോന്യാശ്രയം കാരണം കൃഷ്ണ, ഹേ കൃഷ്ണ, തയോഭിത അവർക്ക് തമ്മിൽ ഭേദം ന ദൃശ്യത്തെ കാണപ്പെടുന്നില്ല. യാതൊന്നുകൊണ്ട് പ്രകൃതിയിൽ ആത്മാവും അപ്രകാരം ആത്മനി പ്രകൃതിച്ച ലക്ഷ്യത്തെ ആത്മാവിൽ പ്രകൃതിയും കാണപ്പെടും. ഗുണസാമ്യം പ്രകൃതി, സത്വാദികൾ പ്രകൃതിയുടെ ഗുണങ്ങൾ, ഇവ ആത്മാവിൻ്റേതല്ല എന്ന് വരുമ്പോൾ പ്രകൃതി പുരുഷന്മാർക്കുള്ള ഭേദം എന്താണെന്നറിയാൻ കഴിയാത്തത് കൊണ്ട് എങ്ങനെയാണ് ഇത് തിരിച്ചറിയാം? പ്രകൃതി ജ്ഞാനശൂന്യയാകയാൽ ജഡമാണ്, പുരുഷൻ ജ്ഞാനസ്വരൂപമാണ് എന്ന് പറയുന്നു. തമ്മിൽ ഭേദമുണ്ടെങ്കിലും അന്യോന്യം പിരിഞ്ഞ് ശോഭിക്കാത്തത് കൊണ്ട് എങ്ങനെ ഈ ഭേദമുണ്ടെന്നറിയാൻ സാധിക്കും? പ്രകൃതിയിൽ ആത്മാവിൽ പ്രകൃതിയും കാണപ്പെടുന്നു. അതുകൊണ്ട് പ്രകൃതി പുരുഷന്മാർക്ക് തമ്മിൽ ഭേദമില്ലാത്തതുപോലെ അനുഭവപ്പെടുന്നുണ്ടല്ലോ കൃഷ്ണ. പ്രകൃത്യംശമാണ് ശരീരേന്ദ്രിയാദികൾ, പുരുഷൻ ജീവൻ. അപ്പൊ ശരീരേന്ദ്രിയാദികളെ ആശ്രയിച്ച് ജീവനും ജീവനെ ആശ്രയിച്ച് ശരീരേന്ദ്രിയാദികളും നിൽക്കണു എന്നുള്ളത് കൊണ്ട് എങ്ങനെ ഇതിനെ വേർതിരിച്ചറിയാനായിട്ട് സാധിക്കും? ഏവം മേ പുണ്ടരീകാക്ഷ, ഹേ താമരക്കണ്ണ, മഹാന്തം സംശയം ഹൃദി ഛേത്തുമർഹസി സർവജ്ഞ വചോഭിർ നയനൈപുണൈ. ഹേ താമരക്കണ്ണ, ഏവം മേ ഹൃദി മഹാന്തം സംശയം, എൻ്റെ മനസ്സിലുള്ള വലുതായ ഈ സംശയത്തെ സർവജ്ഞ എല്ലാം അറിയുന്ന ഭഗവാനെ നയനൈപുണൈഹി യുക്തിയിൽ സാമർഥ്യമുള്ള വചോഭി വാക്കുകൾ കൊണ്ട് ഛേത്തും അർഹസി ഛേദിക്കാൻ അങ്ങയ്ക്ക് യോഗ്യതയുണ്ട് എന്നാണ്. ഇങ്ങനെ എൻ്റെ മനസ്സിലുള്ള വലിയ സംശയം ഏറ്റവും യുക്തിയുക്തമായ വാക്കുകളെ കൊണ്ട് അങ്ങ് തീർത്തു തരണേ എന്ന് പ്രാർത്ഥിക്കണു ഉദ്ധവൻ. ത്വത്തോ ജ്ഞാനം ഹി ജീവാനാം പ്രമോഷസ്തേത്ര ശക്തിത ത്വമേവ ഹ്യാത്മമായായ ഗതിം വേദ്ധ ന ചാപരാ. ജീവാനാം ജ്ഞാനം, ജീവന്മാർക്ക് അറിവും, പ്രമോഷ അറിവില്ലായ്മയും, ത്വത്ത അങ്ങയിൽ നിന്നും, തേ ശക്തിത അങ്ങയുടെ ശക്തിയിൽ നിന്നും ഉണ്ടാവുന്നു. ആത്മമായായ അങ്ങയുടെ മായയുടെ ഗതി, ആ ക്രമത്തെ, ഗതിം ത്വം ഏവ വേദ്ധ അങ്ങ് മാത്രം, അങ്ങ് തന്നെ അറിയുന്നു. അപര മറ്റുള്ള ആള് അറിയുന്നില്ല. സംശയം തീർക്കാൻ അങ്ങക്കേ സാധിക്കുകയുള്ളൂ എന്ന് ഉറപ്പിക്കുകയാണ് ഉദ്ധവൻ. കാരണം ജീവന്മാർക്ക് അറിവുണ്ടാകുന്നതിന് പല കാരണങ്ങളുണ്ടെങ്കിലും മുഖ്യ കാരണം എന്താ? അവിടുത്തെ കാരുണ്യം മാത്രമാണ്. അതുകൊണ്ട് ജീവന്മാരെ ബന്ധിക്കുന്ന അറിവില്ലായ്മയും അവിടുത്തെ ശക്തിയായ വിദ്യയിൽ നിന്നുണ്ടാവുന്നതാണ്. അതുകൊണ്ട് അങ്ങക്ക് എന്താ പ്രയോജനം? അതും ഞങ്ങൾക്ക് അറിയില്ല. അതിൻ്റെ കാര്യവും അങ്ങക്ക് തന്നെ അറിയുള്ളൂ. അവിടുത്തെ മായയുടെ സ്വഭാവത്തെ, മായാതീതനായ അവിടുത്തേക്കല്ലാതെ ഈ ലോകത്തിൽ ആർക്കും അറിയാൻ സാധിക്കില്ല. ഭഗവാൻ പറഞ്ഞു, പ്രകൃതി പുരുഷശ്ചേതി വികൽപ്പ പുരുഷ ഋഷഭ ഏഷ വൈകാരിക സർഗോ ഗുണവ്യതികരാത്മക. പുരുഷ ഋഷഭ, ഹേ പുരുഷശ്രേഷ്ഠ, പ്രകൃതി പുരുഷ ച ഇതി, പ്രകൃതിയും പുരുഷനും എന്നത് വികൽപ്പ അത്യന്തം ഭേദമുള്ളത് തന്നെയാണ്. ഏഷ സർഗ ഈ സൃഷ്ടി, വൈകാരിക വികാരത്തിൽ നിന്നുണ്ടായത്, ഗുണവ്യതികരാത്മക ഗുണങ്ങളുടെ സമ്മേളനം സൃഷ്ടിയുടെ സ്വരൂപമാണ്. ഭഗവാൻ പറയുകയാണ്, പ്രകൃതി പുരുഷന്മാർക്കുള്ള ഭേദം, പ്രകൃതി പുരുഷന്മാർ തമ്മിൽ അത്യന്ത ഭേദമുണ്ട്. പ്രകൃതി കാര്യമാണ് ദേഹാദികൾ, അത് പലതരത്തിൽ, പുരുഷൻ ഏകതരത്തിൽ. പ്രകൃതി വികാരമുള്ളത്, പുരുഷൻ നിർവികാര സ്വരൂപൻ.
എന്തുകൊണ്ടാണ് സത്വാദി ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളനം കൊണ്ടുണ്ടായ സൃഷ്ടി വികാര സമുച്ചയമാണ്, വൈകാരികമാണ്. മമാംഗ മായാ ഗുണമയ്യനേകഥ വികൽപ്പബുദ്ധീശ്ച ഗുണൈർവിധത്തെ വൈകാരിക ത്രിവിധോധ്യാത്മമേകമധാധിദൈവമധിഭൂതമന്യൽ. അംഗ പൂജ്യനായിരിക്കുന്ന ഉദ്ധവ. മമ ഗുണമയീ മായ, എൻ്റെ ഗുണസ്വരൂപിണിയായ മായ ശക്തി, ഗുണൈഹി ഗുണങ്ങളെ കൊണ്ട്, അനേകഥ വികൽപ്പബുദ്ധീച്ച പലതരത്തിൽ ഭേദത്തെയും ഭേദബുദ്ധികളെയും വിധത്തെ ഉണ്ടാക്കുന്നു. വൈകാരിക ഭേദം ത്രിവിധ മൂന്ന് തരത്തിൽ ഉണ്ട്. ഏകം ഒന്ന് അധ്യാത്മം ഇന്ദ്രിയം, അധ പിന്നെയോ അധിദൈവം ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവത, അന്യത് മറ്റേത് അധിഭൂതം വിഷയം. പ്രകൃതി പലതരത്തിലാണ് എന്ന് പറഞ്ഞത് ഒന്നുകൂടി വിസ്തരിക്കുകയാണ് ഭഗവാൻ. ഉദ്ധവ, ഗുണസ്വരൂപിണിയാണ് എൻ്റെ ശക്തി മായ. സത്വാദി ഗുണങ്ങളെ കൊണ്ട് പലതരത്തിലുള്ള ഭേദങ്ങളെയും ഭേദബുദ്ധികളെയും ഉണ്ടാക്കണം. ഭേദം മൂന്ന് തരത്തിലാണെന്നാണ്. ഇന്ദ്രിയങ്ങൾ, ഇന്ദ്രിയ വിഷയങ്ങൾ, ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ, ഇങ്ങനെ മൂന്ന് തരത്തിൽ. ഇന്ദ്രിയങ്ങൾക്ക് അധ്യാത്മമെന്നും ഇന്ദ്രിയ വിഷയങ്ങൾക്ക് അധിഭൂതമെന്നും ഇന്ദ്രിയ ദേവതകൾക്ക്, അതിൻ്റെ അധിഷ്ഠാന ദേവതകൾക്ക് അധിദൈവം എന്നും പറയപ്പെടുന്നു. ദൃക് രൂപമാർക്കം വപുരത്രരന്ധ്രേ പരസ്പരം സിദ്ധ്യതി യ സ്വതഘേ ആത്മാ യദേശാമപരോ യ ആദ്യ സ്വയാനുഭൂത്യാഖില സിദ്ധസിദ്ധി ഏവം ത്വഗാദി ശ്രവണാദി ചക്ഷുർജിഹ്വാദി നാസാദി ച ചിത്തയുക്തം. ദൃക് കണ്ണ്, രൂപം ആകൃതി, അത്ര രന്ധ്രേ ഈ ദ്വാരത്തിൽ, ആർക്കം സൂര്യസംബന്ധിയായ വപു ഗോളാകൃതി, പരസ്പരം അന്യോന്യം സിദ്ധ്യതി സാധിക്കുന്നു. യാതൊന്ന് ഘേ ആകാശത്തിൽ, സ്വത താനെ തന്നെ, യത് യാതൊന്ന് കാരണമായിട്ട്, ആത്മാവ് ഏഷാം ഇവയുടെ, ആദ്യ ആദിയിൽ ഉള്ള കാരണ സ്വരൂപനാകുന്ന യാതൊരുവൻ, അപരഹ ഭിന്നനാകുന്നു. സ്വതേ സിദ്ധിച്ച അനുഭൂത്യ ആ അനുഭൂതി കൊണ്ട്, അഖിലസിദ്ധസിദ്ധി സകലങ്ങളായ പദാർത്ഥങ്ങളുടെയും പ്രാപ്തി ഉണ്ടാവുന്നു. ഏവം ഇപ്രകാരം, ത്വഗാദി തോൽ മുതലായവ, ശ്രവണാദി ചെവി മുതലായവ, ചക്ഷു നേത്രം, ജിഹ്വാദി നാവ് മുതലായവ, നാസാദി മൂക്ക് മുതലായവ, ചിത്തയുക്തം മനസ്സ് ചേർന്നതായിട്ട് ഇരിക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥം? നേരത്തെ പറഞ്ഞ മൂന്ന് ഭേദങ്ങളെ ദൃഷ്ടാന്തപ്പെടുത്തി പറയുകയാണ്. കണ്ണ് അധ്യാത്മം, അതിൻ്റെ വിഷയമായ രൂപം അധിഭൂതം, നേത്രഗോളത്തിൽ അധിവസിക്കുന്ന സൂര്യ തേജോ രൂപമായിരിക്കുന്ന ദേവത ഇതിൻ്റെ അധിദൈവം. ഇതേപോലെ ഇത് കണ്ണിന് മാത്രമല്ല, ത്വക്ക് സ്പർശനം വായു, ശ്രോത്രം ശബ്ദം ദിക്കുകൾ, ജിഹ്വ രസം വരുണൻ, നാസിക ഗന്ധം അശ്വിനി ദേവന്മാര്, ചിത്തം ചേതയിതവ്യം വാസുദേവൻ, മനസ്സ് മന്തവ്യം ചന്ദ്രൻ, ബുദ്ധി ബോദ്ധവ്യം ബ്രഹ്മാവ്, അഹങ്കാരം അഹങ്കർത്തവ്യം രുദ്രൻ. ഇങ്ങനെ അധ്യാത്മം, അധിഭൂതം, അതേപോലെ അധിദൈവം, ഇങ്ങനെ എല്ലാത്തിലുമുണ്ട് എന്നാണ്. ഇങ്ങനെ ക്രമത്തിൽ മൂന്ന് വിധമായി അന്യോന്യം ആശ്രയിച്ചുകൊണ്ട് ആത്മസന്നിധാനത്തിലുണ്ട്. ഈ മൂന്ന് ഭേദങ്ങൾക്കും പ്രകാശം കൊടുക്കുന്നത് സ്വരാട്ടായിരിക്കുന്ന സ്വയമേവ പ്രകാശിക്കുന്ന ആത്മാവാണ്. ഇവയെല്ലാം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ആത്മാവ് എല്ലാത്തിൻ്റെയും മുമ്പിലുള്ളത് കാരണം സകല പദാർത്ഥങ്ങളുടെയും സിദ്ധി ആത്മാവ് നിമിത്തവും, ആത്മാവിന് മറ്റ് യാതൊന്നിൻ്റെയും അപേക്ഷ കൂടാതെ സദ്ഭാവമുള്ളത് കൊണ്ട് ആത്മാവ് പ്രകൃതിയിൽ നിന്ന് വേറിട്ടവനുമാണ്. ആത്മാവ് ഉള്ള സമയത്ത് ഇവയൊന്നുമില്ല.
ഇവയുണ്ടാകുന്നത് ആത്മാവുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ആത്മാവ് പ്രകൃതിയിൽ നിന്നും ഭേദമുള്ളതാണ് എന്ന് പറയുന്നത്. യോസൗ ഗുണക്ഷോഭകൃതോ വികാര പ്രധാനമൂലാൻ മഹത പ്രസൂത അഹം ത്രിവന്മോഹ വികൽപഹേതുർ വൈകാരികസ്താമസ ഐന്ദ്രിയശ്ച. ഗുണക്ഷോഭകൃത, ഗുണങ്ങളുടെ ക്ഷോഭം കലക്കം കൊണ്ടുണ്ടാകുന്ന യാ അസൗ, യാതൊരു ഈ വികാര ഭേദം പ്രധാനമൂലാത്, പ്രധാനമാകുന്ന ഉപാദാനത്തോടു കൂടിയ മഹത, മഹത്തത്വത്തിൽ നിന്ന് പ്രസൂത ഉണ്ടായി. വൈകാരിക, സത്വഗുണവികാര നിമിത്തവും ഐന്ദ്രിയ, രജോഗുണവികാര നിമിത്തവും താമസ, തമോ ഗുണവികാരം നിമിത്തവും ഉണ്ടായ ത്രിവൃത്, മൂന്ന് വിധമായ മോഹവികൽപഹേതു, ഭേദഭാവനയ്ക്ക് കാരണം അഹം, അഹങ്കാരമാണ് എന്ന് പറയും. മൂന്ന് വിധ ഭേദമുള്ള ഈ പ്രപഞ്ചത്തിൽ നിന്ന് വേറിട്ടിരിക്കുന്ന ആത്മാവിനെ എങ്ങനെ സാക്ഷാത്കരിക്കാൻ സാധിക്കും? ഉദ്ധവന്റെ ചോദ്യത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണത്. ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുകയാണ്, സത്വാദി ഗുണങ്ങൾ അന്യോന്യ സമ്മേളനം കൊണ്ട് ആ സത്വഗുണത്തെ, സാമ്യത്തെ ഉപേക്ഷിക്കുമ്പോൾ വികാരം ഉണ്ടാവും. ആദ്യമായി വികാരത്തെ കാലശക്തി എന്ന് പറയും, അല്ലെങ്കിൽ പരമേശ്വരൻ എന്ന്. ഇതിൽ നിന്ന് പ്രധാനം എന്ന തത്വവും, പ്രധാനത്തിൽ നിന്ന് മഹത്തത്വവും, അതിൽ നിന്ന് ഈ മൂന്ന് തരത്തിലുള്ള വകഭേദങ്ങളും ഉണ്ടാവും. ഈ വകഭേദങ്ങളുടെ സമുദായം, അതിൻ്റെ മൊത്തത്തില് അതിന് അഹങ്കാരം എന്ന് പേര്. ഈ അഹങ്കാരം ഉണ്ടാവുമ്പോൾ സ്വരൂപജ്ഞാനം ഇല്ലാതെയാവും. അപ്പൊ ആത്മസ്വരൂപം സാക്ഷാത്കരിക്കണമെങ്കിൽ ആദ്യം എന്തു വേണം? അഹങ്കാരമുള്ളത് കൊണ്ടാണ് സ്വരൂപജ്ഞാനം ഇല്ലാതെയാവുന്നതെങ്കിൽ, സ്വരൂപജ്ഞാനം ഉണ്ടാവണമെങ്കിൽ അഹങ്കാരം ഇല്ലാതെയാവും. മൂന്ന് തരത്തിലുള്ള ഭേദഭാവന നശിക്കുമ്പോഴേ അഹങ്കാരവും നശിക്കുകയുള്ളൂ എന്ന് അവിടെ ഏതാ ഭഗവാൻ പറയുന്നിടത്താണ്. ആ 32 ശ്ലോകത്തിലാണ് നമ്മൾ ഇന്ന് സമർപ്പിക്കുന്നത്. 33 ശ്ലോകം മുതൽ നമുക്ക് നാളെ അനുസ്മരിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിയിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു
ഞങ്ങൾ ആരതിയുണ്ടാവാൻ. ആഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ ആരതിയൊഴിയുന്നു, കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദര രൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ
ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം.